അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, പശ്ചിമേഷ്യയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ നാടുകളിലുമുള്ള ആളുകളെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അത് ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ മുഅ്മിനുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് യുദ്ധങ്ങളുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് വലിയ രോഗങ്ങളുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് കടുത്ത പരീക്ഷണങ്ങളുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിന് നേരിടേണ്ടി വരുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകുന്നുണ്ട്. മുഅ്മിനുകൾ, വിശ്വാസികൾ ഏത് നാട്ടിലായിരുന്നാലും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഏറെ ആശ്വാസവും സമാധാനവും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിലപാടുകളിൽ കൃത്യതയും കണിശതയും വെച്ച് പുലർത്തുവാനും അവർക്ക് സാധിക്കുന്നതാണ്. സൂറത്തു ആലു ഇമ്രാനിലെ 179 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളെ, വിശ്വാസികളെ വിട്ടേക്കുകയില്ല. അലാമ അൻതും അലൈഹി, അവർ ഏതൊരവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ മാറ്റമില്ലാത്ത രൂപത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും മാറ്റമില്ലാതെ എന്നും ഒരേ അവസ്ഥ, എന്നും സന്തോഷം, എന്നും സുഖം, എന്നും ആഹ്ലാദം, എന്നും സമാധാനം, എന്നും നിർഭയത്വം. ഇങ്ങനെ ഒരവസ്ഥയിൽ അല്ലാഹു മുഅ്മിനുകളെ വിട്ടേക്കുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവസ്ഥകളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. സന്തോഷമുണ്ടാകും, സങ്കടമുണ്ടാകും, നിർഭയത്വമുണ്ടാകും, അതേസമയത്ത് ഭയപ്പാടിൻ്റെ സാഹചര്യമുണ്ടാകും, സമാധാന കാലഘട്ടമുണ്ടാകും, യുദ്ധകാലഘട്ടമുണ്ടാകും, എല്ലാം ഉണ്ടാകും. എന്തിനാണത്? ഹത്ത യമീസൽ ഖബീസ മിനത് തയ്യിബ്, നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിച്ചറിയാൻ വേണ്ടി. അഥവാ യഥാർത്ഥ വിശ്വാസികളെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ വേണ്ടി, ക്ഷമിക്കുന്നവരെയും അല്ലാത്തവരെയും തിരിച്ചറിയുവാൻ വേണ്ടി, ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരെയും അല്ലാത്തവരെയും തിരിച്ചറിയുവാൻ വേണ്ടി. അപ്പോൾ വിശ്വാസികളുടെ ഈമാനും അവരുടെ അറിവ്, അവരുടെ ക്ഷമ, അവരുടെ ഹിക്മത്ത്, ഇങ്ങനെ തുടങ്ങി തിന്മയിൽ നിന്ന് നന്മയെ വേർതിരിക്കുവാനും നന്മയിൽ നിന്ന് തിന്മയെ വേർതിരിച്ച് ഒഴിവാക്കുവാനും യഥാർത്ഥ വിശ്വാസികളെ കറകളഞ്ഞെടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളുണ്ടാകും, സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മാറിമറിഞ്ഞു വരും, വിജയപരാജയങ്ങൾ മാറിമറിഞ്ഞു വരും. അവിടങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് തെറ്റിൽ നിന്ന് നന്മയെ വേർതിരിക്കുവാനും നല്ലതിൽ നിന്ന് തിന്മയെ ഒഴിവാക്കുവാനുമാണ്. ആ നിലക്ക് വിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ സൂറത്ത് മുഹമ്മദിലെ 31-ാമത്തെ ആയത്തിൽ കാണാം, വലനബുലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിൽ നിന്ന് ജിഹാദ് ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് തിരിച്ചറിയുവാൻ വേണ്ടി. വസ്സാബിരീന, ക്ഷമാലുക്കളെയും. വനബുലുവ അഖ്ബാറക്കും, നിങ്ങളുടെ വാർത്തകൾ, നിലപാടുകൾ അള്ളാഹു പരീക്ഷിച്ചറിയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുജാഹിദുകളെ, ജിഹാദിൻ്റെ ആളുകളെ തിരിച്ചറിയുന്നത് വരെ അള്ളാഹു പരീക്ഷിക്കും. എന്താണ് ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിൽ ആ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാം അനുവദിക്കുന്ന സന്ദർഭങ്ങളിലുള്ള, ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള, ഇസ്ലാം അനുവദിച്ച മേഖലകളിലുള്ള ജിഹാദ്. എന്നാൽ ഒരിക്കലും തീവ്രവാദ ഭീകരവാദ ഗ്രൂപ്പുകൾ നിയതമായ ഭരണകൂടത്തിൻ്റെ കീഴിലല്ലാതെ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള അതിക്രമങ്ങളെ നാം ജിഹാദായി പരിഗണിക്കുന്നില്ല. അതേപോലെ തന്നെ അതല്ലാത്ത, അഥവാ ഇത് പടയാളികളെക്കുറിച്ച്, പട്ടാളക്കാരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതല്ലാത്ത ആളുകൾക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുക, അതിക്രമകാരികളായ ആളുകളെ വാക്കുകൊണ്ടോ നിലപാടുകൾ കൊണ്ടോ അഭിപ്രായങ്ങൾ കൊണ്ടോ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരാരാണ് എന്ന് പരിശോധിച്ചറിയുക. അതേപോലെ തന്നെ ഏത് കടുത്ത പരീക്ഷണങ്ങളിലും ക്ഷമ അവലംബിക്കുക. അതൊക്കെയാണ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസ്വാബിരീന, അതേപോലെ തന്നെ ക്ഷമാലുക്കളായ ആളുകളെ അള്ളാഹു തിരിച്ചറിയാൻ വേണ്ടി. പല നിലക്കും പരീക്ഷണങ്ങൾ പല നാടുകളെയും ബാധിക്കും.
യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന രാജ്യങ്ങൾ, പങ്കെടുക്കാത്ത രാജ്യങ്ങൾ, യുദ്ധം നടക്കുന്ന നാടുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാജ്യങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ പരീക്ഷണങ്ങൾ വന്നേക്കാം. അവിടങ്ങളിലൊക്കെ ക്ഷമ അവലംബിക്കുന്ന ആളുകളെ അള്ളാഹു തിരിച്ചറിയാൻ വേണ്ടി, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ മറ്റു പരീക്ഷണങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലുമൊക്കെ ക്ഷമ അവലംബിക്കുന്ന ആളുകൾ, ഇവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തിരിച്ചറിയുവാൻ വേണ്ടി വനബ്ലുവ അഖ്ബാറക്കും, നിങ്ങളുടെ ഖബറുകൾ, നിങ്ങളുടെ നിലപാടുകൾ അള്ളാഹു തിരിച്ചറിയാൻ വേണ്ടി, അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ മൻഹജിലാണോ നിങ്ങളുള്ളത്, അതല്ല പിഴച്ചുപോയ വ്യതിയാന കക്ഷികളായ ആളുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ, പ്രവാചകൻ പഠിപ്പിച്ച രീതിശാസ്ത്രത്തിൽ നിന്ന് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും നിലപാടുകളുടെ രംഗത്തും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് വിലക്കിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ തിരിച്ചറിയാനും ശരിയായ മൻഹജിൻ്റെ ആളുകളെ തിരിച്ചറിയുവാനും അങ്ങനെ നന്മ തിന്മയുടെ വക്താക്കളെ തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തിയുടെയും നിലപാടുകൾ തിരിച്ചറിയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നതാണ്, പരീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ, പരീക്ഷണ കാലഘട്ടങ്ങളിൽ, യുദ്ധകാലഘട്ടങ്ങളിൽ ഓരോ വ്യക്തികളുടെയും ആദർശം എന്താണ്, മൻഹജ് എന്താണ് വേർതിരിച്ചറിയുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശമാക്കുന്നു. ഈ കാര്യവും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ 142-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുവാൻ, ജിഹാദ് ചെയ്യുവാൻ തയ്യാറുള്ള ആളുകളെ അള്ളാഹു തിരിച്ചറിയുന്നതുവരെ, വയഅലമ സ്സാബിരീൻ, ക്ഷമാലുക്കളെയും തിരിച്ചറിയുന്നതുവരെ. അപ്പോൾ ആ നിലക്ക് ക്ഷമയോടുകൂടി ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള കരുത്തും ആർജവും അതിനുവേണ്ടിയുള്ള അധ്വാനത്തിനുമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് എപ്പോഴും യുദ്ധം മാത്രമല്ല, ആയുധം കൊണ്ട് മാത്രമല്ല ജിഹാദ്, മനസ്സുകൊണ്ടുള്ള ജിഹാദ്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കൽ, ശരിയായ മൻഹജിൽ അടിയുറച്ചു നിൽക്കൽ, ഇതൊക്കെ ജിഹാദിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം നിയതമായ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ ഇസ്ലാം അനുവദിച്ച മേഖലകളിലുള്ള സമരങ്ങൾക്കും ജിഹാദ് എന്ന് പറയുന്നു. ഇതിനൊക്കെ തയ്യാറുള്ള ആളുകളെ റബ്ബിന് തിരിച്ചറിയാനും ഏതേത് പരീക്ഷണ ഘട്ടങ്ങളിലും ക്ഷമ അവലംബിക്കുവാൻ തയ്യാറുള്ളവരെ തിരിച്ചറിയുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. എന്നിട്ടേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ. എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല, പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാതെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്നാണ് സൂറത്തു ആലു ഇമ്രാനിലെ 142-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-3 ആയത്തുകളിൽ പറയുന്നത്, അഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അള്ളാഹു ആളുകളെ വെറുതെ വിടുമെന്ന് മനുഷ്യർ കരുതിയിരിക്കുകയാണോ, വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുകയില്ല എന്നാണ് അവർ വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളാണ് അല്ലെങ്കിൽ മുഅ്മിനുകളാണ്, അതുകൊണ്ട് തങ്ങൾക്കൊരു പരീക്ഷണവും ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നാരും കരുതേണ്ടതില്ല. മറിച്ച് നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, മുസ്ലിമീങ്ങളാണെങ്കിൽ നിങ്ങൾ നാനാ വഴികളിലൂടെ പരീക്ഷിക്കപ്പെടുന്നതാണ്. വലഖദ് ഫതന്ന ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അഥവാ ഇവർക്ക് മുമ്പുള്ളവരെയും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, സത്യസന്ധമായി ഇസ്ലാം സ്വീകരിച്ച യഥാർത്ഥ മുഅ്മിനുകളെ തിരിച്ചറിയുവാനും കളവ് പറയുന്ന ആളുകളെ തിരിച്ചറിയുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ കടുത്ത പരീക്ഷണങ്ങൾ വിശ്വാസികൾക്കുണ്ടാകും. നന്മയെയും തിന്മയെയും സത്യസന്ധരെയും കളവ് പറയുന്നവരെയും തിരിച്ചറിയാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്, അള്ളാഹുവിൻ്റെ സുന്നത്താണത് എന്നാണ് ഈ ആയത്തും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്ത് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചോ, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് കഴിഞ്ഞതുപോലെയുള്ള കടുത്ത പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നതുവരെ. എന്ന് പറഞ്ഞാൽ കടുത്ത പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാ, അവരൊരുപാട് ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും ബാധിക്കുകയുണ്ടായി. പരീക്ഷണങ്ങൾ, നാടുകടത്തലുകൾ, യുദ്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി. വസുൽസിലു, അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാ, പ്രവാചകന്മാരും പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരും വരെ അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് എന്ന് ചോദിക്കുമാറ് അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അല ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം സമീപസ്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. പക്ഷേ ആ സഹായം എത്തുന്നതിന് മുമ്പ് കിടുകിട വിറപ്പിക്കപ്പെടുന്ന രൂപത്തിൽ കടുത്ത പരീക്ഷണങ്ങളുണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ പതറാതെ നിലകൊള്ളാനും അള്ളാഹുവിൻ്റെ റസൂലും പ്രവാചകന്മാരും
അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതേപോലെ തന്നെ സ്വഹാബികൾ കാണിച്ച മൻഹജ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന ശരിയായ മൻഹജിൽ അവിടെ അടിയുറച്ചു നിൽക്കണം. തീവ്രവാദങ്ങളിലേക്കോ ഭീകരവാദങ്ങളിലേക്കോ തെറ്റായ രീതികളിലേക്കോ തെറ്റായ ജിഹാദുകളിലേക്കോ പോകാൻ പാടില്ല. ശരിയായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിലെ 20 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വജഅൽനാ ബഅദക്കും ലിബഅദിൻ ഫിത്നതൻ, നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് പരീക്ഷണമാണ്. നിരപരാധികളായ രാജ്യങ്ങളായിരിക്കാം, പക്ഷേ കടുത്ത പരീക്ഷണങ്ങൾക്ക് അവർ വിധേയമാക്കപ്പെടും. അള്ളാഹു ചോദിക്കുന്നത് അതസ്ബിറൂൻ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? വക്കാന റബ്ബുക ബസീറ, നിങ്ങളുടെ റബ്ബ് എല്ലാം കണ്ടറിയുന്നവനാകുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പരീക്ഷണമാകും, ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിന് പരീക്ഷണമാകും, ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന് പരീക്ഷണമാകും. അള്ളാഹു അതൊരു പരീക്ഷണമായി നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും ശരിയായ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ, ക്ഷമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണത്. അതുകൊണ്ടാണ് അതസ്ബിറൂൻ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? വക്കാന റബ്ബുക ബസീറ, അള്ളാഹു എല്ലാം കണ്ടറിയുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട്. സത്യനിഷേധികളുടെ കുതന്ത്രങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്, അവരുടെ അതിക്രമങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. സത്യവിശ്വാസികളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ക്ഷമാലുക്കളെ തിരിച്ചറിയാൻ വേണ്ടി പക്ഷേ ചിലർ മറ്റു ചിലർക്ക് പരീക്ഷണമായി ഭവിക്കും. അതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ക്ഷമാലുക്കളെ തിരിച്ചറിയുവാനും അത്യധ്വാനം ചെയ്തുകൊണ്ടും നന്മയിൽ അടിയുറച്ചു നിന്നുകൊണ്ടും സ്വർഗത്തിലേക്കുള്ള വഴി ആരാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി ലോകത്ത് പരീക്ഷണങ്ങളുണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.